ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു വരാൽ കറി. ഇത് നമ്മൾ സാധാ തയ്യാറാക്കുന്ന പോലെയല്ല, ഇതിൽ ചില ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കിടന്നാലോ? ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി നമ്മൾ എടുത്തിരിക്കുന്നത്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് നടുവ് കീറി വെച്ചിരിക്കുന്നു, സവോള നമ്മൾ എടുക്കുന്നത് ഒരു സവോള, ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി നമ്മളൊരു 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവ് കുറവുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം, മസാല കരിഞ്ഞു പോയാൽ ടേസ്റ്റ് കിട്ടുകയില്ല. ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അല്പാൽപ്പമായിട്ട് ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിന് വെള്ളം ഒഴിക്കരുത്. കുറുക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ കറിക്ക് നല്ല കട്ടിയൊക്കെ കിട്ടും. കുടംപുളി ഇട്ട് കൊടുക്കുക. നമ്മൾ 2 കുടംപുളിയും അതിൻ്റെ വെള്ളവും ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. മീനിട്ട് കൊടുക്കുക. നമ്മൾ 2 വരാലാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവി നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വരാലിട്ട് കൊടുക്കാം. നമ്മൾ 2 വരാലാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം നല്ല കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങ് ഇട്ട് കൊടുക്കുക. വരാലല്ലാതെ കായൽ മത്സ്യങ്ങളും ആറ്റ് മത്സ്യങ്ങളും എല്ലാം നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. വരാൽ കറി ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വരാൽ കറി ഏകദേശം വേവായി വരുന്നുണ്ട്. നമുക്കതിലോട്ട് ചേർക്കാനായിട്ട് ഒരു പ്രത്യേക കൂട്ടുണ്ട്, അത് തയ്യാറാക്കിയെടുക്കാം. നമ്മളൊരു 6 ചെറിയുള്ളി, വെളുത്തുള്ളി തൊലി കളയാതുള്ളത് ഒരു വെളുത്തുള്ളിയുടെ പകുതി എടുക്കാം, തൊലി കളയാതുള്ള. കറിവേപ്പില, ഇത് 3 കൂടെ നന്നായിട്ട് ഇടിച്ചെടുക്കണം, ഇടിച്ച് ചതച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കായൽ മത്സ്യങ്ങളിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള മീൻ അത് വരാലാണ്. നമുക്ക് വരാൽ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പ്രത്യേക കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് കായപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തീ ഓഫാക്കിയിട്ട് ഒരു 2 മണിക്കൂർ, മിനിമം കുറഞ്ഞത് 2 മണിക്കൂർ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം ഇത് കഴിക്കാവുള്ളൂ. നമുക്ക് എന്നാലും ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ സുഹൃത്തിനെ ആരെങ്കിലും വിളിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. വരാൽ കറി ഉണ്ടാക്കി 2 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ചേട്ടാ നല്ല കറിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലെ നാടൻ രീതിയിലുള്ള കറി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വ്യത്യസ്തയുള്ള മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.